Good evening, ma'am. Good evening. 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 ജിഷ മാം, Yes. ഞാന് കുറച്ച് ക്ലാസ് മിസ്സായി. ഗീതു ഞാൻ ഇടയ്ക്ക് മാമിനെ വിളിച്ച് ആ മാം എനിക്കിപ്പോ വീണ്ടും എനിക്ക് ഫീവറായി, ശബ്ദമൊന്നും ഇല്ല, പോയി. അപ്പൊ എന്റെ വർക്ക് കുറെ പെൻഡിങ് ആണ് മാം. ഞാൻ കുറേശ്ശെ ചെയ്തത് റെഡിയാക്കാം. എല്ലാരെയും കൂടെ എത്തിയിട്ടില്ല ഞാൻ ഇതുവരെ. ഞാൻ ഒന്ന് റെഡിയായി ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഫീവറായി. ഇത് കുഴപ്പമില്ല. അതൊരു പ്രശ്നം വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. വോയിസ് ഒന്നും ശരിയായില്ല മാം, എല്ലാം സൗണ്ട് ഒക്കെ പോയിരിക്കുകയാണ്. ഞാൻ റെസ്റ്റ് ഒക്കെ എടുക്കും. ഓക്കെ, സോ ഒരു 2 minutes വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ജോയിൻ ആവുന്നെങ്കിൽ ജോയിൻ ആവട്ടെ. Ma'am, prayer challenge. എന്തോ? Prayer. യെസ്. ഞാൻ ആരെങ്കിലും ജോയിൻ ആവട്ടെ എന്ന് സ്റ്റാർട്ട് ചെയ്തു. Dear God, we gather here to pray. Guide us through the night and bless us with your light. O God, hear our prayer, plant us friends and set us free. In your love, we find our way forever and always we will obey. ഓക്കെ, റെക്കോർഡ് എഴുതുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? വീണ്ടും വീണ്ടും പല പല സംശയങ്ങളായിട്ട് ഓരോരുത്തർ വരുന്നത് കൊണ്ട് ചോദിച്ചതാണേ. ഇപ്പൊ ഞാൻ കോമൺ ആയി ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എല്ലാവർക്കും അറിയില്ലോ. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ അസൈൻമെന്റ് തന്നു. അതിന്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട്, ഒരു സെന്റൻസ് എന്ത് ചെയ്യണം എന്ന് പറയാനായിട്ട് ഞാൻ അതങ്ങ് വിട്ടുപോയതാണേ. അസൈൻമെന്റ് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടാവും? മാം, ഒരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോട്ടെ മാം. ഞങ്ങൾക്ക് 8 തൊട്ട് 9 വരെയുള്ളത് ഞങ്ങൾക്ക് ഭൂരിഭാഗവും കയറാൻ പറ്റുന്നില്ല. ഒത്തിരി പേർക്ക് കൺവീനിയന്റ് അല്ല. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അതുങ്ങൾക്കും പരീക്ഷയുണ്ട്, യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം മാം, റെക്കോർഡ് ക്ലാസ് ആണ് മിക്കതും കേൾക്കണത്. അതാണെങ്കിൽ വലിയ ക്ലാരിറ്റി ഇല്ല. അപ്പം മാം, ഒന്ന് 6:30 to 7:30 വരെ ഒന്ന് ആക്കാൻ പറ്റുമോ മാം? പ്ലീസ് മാം. ഓൾറെഡി നേരത്തെ 6:30 to 7:30 ആയിരുന്നില്ലേ നിങ്ങളുടെ ക്ലാസ്? ആയിരുന്നു മാം. പക്ഷെ അന്നേരം പിള്ളേർക്ക് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു വെച്ചല്ല, വെക്കേഷനും ആയിരുന്നു. പക്ഷെ പിന്നെ അവരുടെ സൗകര്യപ്രകാരം മാറ്റി. ഞങ്ങൾക്കൊക്കെ അതായിരുന്നു കൺവീനിയന്റ്. പിള്ളേരൊക്കെ ആണെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ 7 o'clock ആകും. അപ്പോൾ ഒരു ½ an hour അല്ലേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു.
മാം ഒന്ന് സാറിനോട് പറയുക മാം. ടൈം ചേഞ്ച് നിങ്ങൾ തന്നെ റിക്വസ്റ്റ് ചെയ്യണം. കാരണം ഇനി ഒരു ടൈം ചേഞ്ച് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി ആ 6:30 പ്രയർ ടൈം അങ്ങനെയൊക്കെ പറഞ്ഞാണ്. ബുദ്ധിമുട്ടാവും മാം. കാരണം മാം എല്ലാം ഞങ്ങൾ ഒത്തിരി അതുപോലെ പേരുണ്ട്. ആദ്യം ഒരു ടൈം ചേഞ്ച് ആക്കിയിട്ട് ഇപ്പൊ രണ്ടാമത് ഇങ്ങനെ ആവുമ്പോ നമുക്ക് നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുമായിരുന്നു. നമുക്ക് ആ ഒരു ടൈം ആയിരുന്നു അത്. ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ നമുക്ക് എന്താ മാം പറഞ്ഞ കേൾക്കുന്നില്ലായിരുന്നു. വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ ജോലി പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കയറാൻ പറ്റുന്നവരുണ്ട് ധാരാളം. കാരണം ജോലി പോകുന്നവരുണ്ട്. അതാണ് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംസാരിച്ചിട്ടാണ് നമ്മളിത് ഈ അതെ അതെ രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് കുറെ തരാമെന്ന് പ്രാവശ്യം 6:30 to 7:30 ആയിരുന്നു. അതും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴാണ് 8 to 9 ആക്കിയത്. സംടൈംസ് നമ്മൾ ചിലതുമായിട്ടൊന്ന് എന്താ പറയാ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വരും. മോസ്റ്റ്ലി ഓൾമോസ്റ്റ് ഒത്തിരി പേര് ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ 8 to 9 PM ആണ് കറക്റ്റ് കയറാൻ പറ്റുന്നത്. എങ്ങനെ വിനീത മാഡം കുറെ പേര് വർക്കിന് പോകുന്നവരൊക്കെ ഉണ്ട്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ ഒരു ടൈമാണ് ഏറ്റവും കൂടുതൽ യോജിച്ച സമയം. കാരണം 8 മണി വരെ എനിക്ക് 8 മണി വരെ വർക്ക് ചെയ്യണം. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം പകലൊക്കെ കുട്ടികളെ വന്നു കഴിഞ്ഞാലും കുട്ടികളെ നോക്കിയിട്ട് അവരുടെ അത്രയും സമയം പോകുമ്പോൾ ആ സമയം നമുക്ക് 8 മണി വരെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ കറക്റ്റ് 8 മണിക്ക് തീർന്ന ആ കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് പോലും വേസ്റ്റ് നമുക്ക് ഒന്ന് ബാത്റൂമിൽ പോകുമ്പോഴുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് ഇതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കയറാൻ പറ്റിയ ഒരു സമയം. എന്റെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. കാരണം 4 മണി മുതൽ ഏകദേശം 7:45 വരെ എനിക്കിവിടെ ട്യൂഷനുണ്ട്. ഏകദേശം 10-30 കുട്ടികളോളം ഉള്ളതുകൊണ്ട് പല സിലബസിലായതുകൊണ്ട് നമുക്ക് ആ പിള്ളേരെ 7:45 വരെയെങ്കിലും മിനിമം എടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഈ 8 മണിക്ക് നമുക്ക് ഈ ക്ലാസ്സിനകത്ത് കയറാൻ പറ്റുള്ളൂ. അതും ഓടി പിടിച്ചിട്ട് വന്നിട്ടാണ് വേഗം കയറുന്നത്. പിള്ളേരെ വിട്ടിട്ട് പെട്ടെന്ന് തന്നെ വന്ന് കയറുകയാണ് ചെയ്യുന്നത്. അതിന് റെക്കോർഡർ ക്ലാസ് ഉണ്ടല്ലോ, നാളെ ആണെങ്കിലും കാണാലോ, പിറ്റേ ദിവസം. അതെ അതെ അതല്ല മാം, എന്നാ റെക്കോർഡ് ക്ലാസ്സിന് വേണ്ടത്ര ക്ലാരിറ്റി ഇല്ല മാം. അതുകൊണ്ടാണ് അത് അതൊന്നും വേണമെങ്കിൽ ഞാൻ പറയാം. ടെക്നിക്കൽ സൈഡിൽ അത് വേണമെങ്കിൽ ക്ലിയർ പറയാം. ആക്കി ഒന്ന് തന്നാ ഹെൽപ്ഫുൾ ആയിരിക്കും മാം. ക്ലാസ് എല്ലാവർക്കും ക്ലാരിറ്റി ഇല്ല. എനിക്ക് ചിലതൊന്നും ക്ലിയർ ആകുന്നില്ല ചില വീഡിയോസിലത്ത. നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണോ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എല്ലാവർക്കും റെക്കോർഡ് ക്ലാസ് നോക്കുമ്പോൾ ക്ലിയർ അല്ലാതെയാണോ കിട്ടുന്നത്? ഇല്ല മാം, നമ്മുടെ നെറ്റ്വർക്കിന്റെ ബാൻഡ്വിഡ്ത്തിന്റെ അത് വീക്ക് ആണെങ്കിൽ നമ്മൾക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് വീക്ക് ആണെങ്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സൈഡിലെ നെറ്റ്വർക്ക് ഒന്ന് ഓക്കെ ആക്കുവാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഓക്കെ ആവുന്നതാണ്. ഇതുവരെയും റെക്കോർഡ് ക്ലാസ്സിനൊരു ആരും അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഒരു സബ്ജക്റ്റ് എന്നല്ല, വേറെ പല സബ്ജക്റ്റിനും റെക്കോർഡ് ക്ലാസ് പോകുന്നുണ്ടല്ലോ. ഞാനും കയറി കണ്ടിട്ടുണ്ട്. ഞാൻ എടുത്ത ക്ലാസ് തന്നെ റെക്കോർഡഡ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ നമ്മളുടെ സൈഡിലെ നെറ്റ്വർക്ക് ഒന്ന് ഓക്കെ ആക്കാം. പിന്നെ നമ്മൾ വെച്ചാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നിങ്ങളും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്, ജോലിക്ക് പുറത്തു പോകുന്നവരുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരുണ്ട്, ട്യൂഷൻസ് എടുക്കുന്നവരുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലെ പാരന്റ്സിന്റെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ കുറെ ഡ്യൂട്ടീസ് നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ പല കാര്യങ്ങളും ഒന്ന് മാനേജ് ചെയ്ത് പോകണം. ചെറിയ കുട്ടികളുള്ള അമ്മമാരുണ്ട്, എനിക്കത് മനസ്സിലാകും. കുറച്ച് മുതിർന്ന കുട്ടികളുള്ളവര് അമ്മ എന്തായാലും സപ്പോർട്ട് ചെയ്യുമല്ലോ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ ഈ 5 ദിവസവും 8 മണി തുടങ്ങി 9 മണിയായി റെഡി ആയിരിക്കുന്ന ഫെസിലിറ്റേറ്റേഴ്സും ഉണ്ട് ഇവിടെ, അല്ലേ? അതെ മാം. അവരും പല പല കാര്യം പകലൊക്കെ ക്ലാസ് എടുത്തിട്ട് വരുന്ന ടീച്ചേഴ്സാണ് അശ്വതി മിസ്സും ശരണ്യ മിസ്സും ഒക്കെ. പകൽ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്ലാസ് എടുക്കുന്ന ആളാണ്. ഞാൻ പക്ഷെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കൊക്കെയാണ് എനിക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഇതുപോലെ കുറെ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക. നമ്മളുടെ ഈ കോഴ്സ് നമ്മളെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. എനിക്ക് ഈ കീപ് സ്മൈലിംഗ് ആ പേര് എന്നോട് പല പ്രാവശ്യം പറഞ്ഞെങ്കിൽ എനിക്ക് പേര് എന്റെ പേര് രമ്യ.
രമ്യ. ആ. രമ്യ, അപ്പൊ നമ്മളുടെ ഈ കോഴ്സ് തന്നെ എനിക്ക് അത് കുഴപ്പമില്ല. കാരണം തുടങ്ങിയിട്ട് എന്താ നമ്മൾ തുടങ്ങിയത് ഏപ്രിൽ ബാച്ച് അല്ലേ? ഏപ്രിൽ സ്റ്റാർട്ടിങ് തന്നെ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസമേ കഴിഞ്ഞുള്ളൂ. അപ്പൊ കുറച്ചും കൂടെ കഴിയുമ്പോ രമ്യ എന്നല്ല നമ്മളെല്ലാരും ഓക്കെ ആവും. ഈ ഏത് ടൈമാണ് നമ്മൾ അതുമായിട്ടൊന്ന് മാനേജ് ചെയ്യാനോ. ചിലപ്പോ ഇവിടെയും മഴയൊക്കെ ഉണ്ടാവും, അപ്പൊ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് ടെറസയിൽ വന്നിരിക്കാനും അങ്ങനെ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് റെക്കോർഡ് ക്ലാസ്സിന് വേണ്ടത്ര ക്ലാരിറ്റി കിട്ടാത്തെന്ന് തോന്നണം. പിന്നെ എനിക്ക് തോന്നുന്നു റെക്കോർഡ് ക്ലാസ്സിനേക്കാളും ലൈവ് കേൾക്കാനാണ് രമ്യക്ക് ഇഷ്ടം അല്ലേ? അതെ അതെ, സത്യം. എന്നാലേ ആ ക്ലാസ്സിലാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവുള്ളൂ മാം. സത്യം കേട്ടോ. അതെ, അത് ശരി, അത് ഞാൻ സമ്മതിക്കണം. അതാണ് പിള്ളേര് ഒക്കെ നോക്കണ്ടേ. ഈ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. അപ്പൊ മൂന്ന് കുട്ടികളാണോ? 8th-ലും 7th-ലും. ഓക്കെ, ഫൈൻ. ശരി. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ തമ്മിൽ കാണും, ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. സോ ഞാനൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ലാസ്സും കൂടെ എന്റെ വേണം. എന്തെങ്കിലും മാമിന്റെ ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യാൻ തോന്നാറില്ല. കാരണം എക്സലന്റ് ക്ലാസ് ആണ്. എന്ന് വെച്ചാൽ മറ്റുള്ള ടീച്ചേഴ്സും മോശമല്ല കേട്ടാ. സൂപ്പർ ക്ലാസ് ആണ് മാമിന്റെ. വളർത്തിയത് നിങ്ങളെ പോലുള്ളവർ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് പരസ്പരം വളർത്താം. ഞാൻ തന്നിരുന്ന അസൈൻമെന്റ് ഇതായിരുന്നു. ബിഹൈൻഡ് എവറി ഫെയിലിയർ ദർ ഷുഡ് ബി എ ഹിഡൻ ഗെയിൻ. ഇഫ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് യു ക്യാൻ മേക്ക് ഓൾ ഫെയിലിയേഴ്സ് ഇൻ ടു സക്സസ്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു സെന്റൻസും കൂടെ ചേർക്കണമായിരുന്നു. ഞാനത് വിട്ടുപോയതാ, സോറി. നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് എഴുതുക എന്നുള്ളതായിരുന്നു ആ സെന്റൻസ്. സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്തും എഴുതാം, ഒറ്റ സെന്റൻസിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാം. നമുക്ക് പല പ്രാവശ്യവും നമുക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ കുക്ക് ചെയ്യാണ്, ആദ്യമായിട്ടൊരു ഡിഷ് ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈം ഫ്ലോപ്പായി. എവിടെയാണ് പ്രശ്നം പറ്റിയത്? അരി വെന്ത് കുഴഞ്ഞു പോയോ, അല്ലെങ്കിൽ മസാല കൂടിപ്പോയോ? അപ്പൊ ആ പ്രശ്നം മനസ്സിലായി. നെക്സ്റ്റ് ടൈം നമ്മൾ അത് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് സെക്കൻഡ് ടൈം നമ്മൾ ട്രൈ ചെയ്യുന്നു, അത് പെർഫെക്റ്റ് ആയി, എല്ലാവർക്കും ഇഷ്ടമായി. സോ നമ്മൾക്കൊരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ there is a ഹിഡൻ ഗെയിൻ. അവിടെ ഒരു ഹിഡൻ ഗെയിൻ ഉണ്ടാവും. കുഞ്ഞുങ്ങൾ നോക്കൂ, അവര് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ പലതവണ അവർ വീഴും അല്ലെ? അവർ അവിടെ നിന്ന് എണീറ്റിട്ട് വീണ്ടും അത് തന്നെ ട്രൈ ചെയ്യും. വീണു എന്ന് പറഞ്ഞാൽ അവരവിടെ കിടക്കില്ല, അവർ വീണ്ടും എണീറ്റ് ട്രൈ ചെയ്യും. അപ്പൊ അത് തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് എഴുതുക എന്നുള്ളതായിരുന്നു. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂസ്, അതായിരുന്നു അതിന്റെ കൂടെ ചേർക്കേണ്ട ഒരു സെന്റൻസ്. അത് വിട്ടുപോയതാണ്. അതൊരു അസൈൻമെന്റ് ആയിട്ട് ഒരു സെന്റൻസോ ഒരു പാരഗ്രാഫോ കുറെ കഥ, സ്വന്തം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് കഥ എഴുതണം, അങ്ങനെയും എഴുതാം. എനിക്കറിയാവുന്ന ഒരു സാറുണ്ട്. സാറ് മലപ്പുറത്തെ ഒത്തിരി ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്തെ ഒരു സാറാണ്. അബ്ദുറഹ്മാൻ എന്നാണ് പേര്. ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. സാറ് ഭയങ്കര ഉഴപ്പായിരുന്നു പഠിക്കുന്ന സമയത്ത്. 10th ഫെയിലായി, SSLC ഫെയിലായി കഴിഞ്ഞപ്പോഴാണ് ആ പരാജയത്തിന്റെ കയ്പ് കക്ഷിക്ക് ശരിക്കും മനസ്സിലായത്. അപ്പൊ അതിനുശേഷം അപ്പൊ വീട്ടില് ഉപ്പ ജോലിക്ക് പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ആൾക്ക് ഇത്തിരി കൊള്ളാൻ തുടങ്ങിയത്. ഇത്രയും കാലം ഇങ്ങനെ ഉഴപ്പി നടന്ന് 10th പാസ്സായില്ല. സോ പുള്ളി കല്ല് ചുമക്കാനും അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ പോയി. ഇതിനിടയിലൂടെ പഠിച്ചു, SLC പാസ്സായി. അത് നല്ല മാർക്കിൽ തന്നെ ആള് പാസ്സായി. പിന്നെ പ്രീ ഡിഗ്രി +2 എന്തോ ആള് ചേർന്നു, അതും നല്ല രീതിയിൽ തന്നെ പാസ്സായി. 2 പ്രാവശ്യം കണ്ട് ഫെയിലായെന്ന് തോന്നുന്നു SLC. 3rd ടൈം നല്ല പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്തു. ഈ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ട്യൂഷൻസ് എടുത്തു, കോളേജിൽ ട്യൂഷൻസ് എടുത്തു. അത് കഴിഞ്ഞ് PG ചെയ്തു. ഇപ്പൊ മലപ്പുറത്ത് ഒരു ഗവൺമെന്റ് കോളേജിലാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അവിടെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അത് കൂടാതെ IAS ട്രൈ ചെയ്യുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു, അവരെ ട്രെയിൻ ചെയ്യുന്നു. ഹിസ്റ്ററിയാണ് സാറിന്റെ മെയിൻ സബ്ജക്ട്. വളരെ എനിക്ക് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. സാറിന് അത്രയും കുറെ ഫെയിലിയേഴ്സ് ലൈഫിൽ നടന്നു, പല ജോലികൾക്ക് പോയി. അങ്ങനെ സാർ ഇപ്പോൾ ആ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. മാരേജ് ഒക്കെ കഴിഞ്ഞ ഫാമിലി ആയിട്ട് വളരെ ഹാപ്പി ആയി ജീവിക്കുന്നു. ആളുകൾക്ക് മുമ്പ് സാർ ഒരു വീട് ഉണ്ടാക്കി, അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു മാഷാണ്.
അപ്പൊ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം നമുക്ക് എവിടെയോ ഒരു സക്സസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തോ ഒരു സ്പാർക്ക് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ മാം സജ്ജനടുത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയൂ. സജ്ജന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അറിയണേയില്ല സജ്ജന. ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഞാൻ പറയണത് ക്ലിയർ ആവുന്നില്ല. സജ്ജന ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അറിയുന്നില്ല മൈക്ക് ഓണാന്നുള്ളത് അറിയുന്നില്ല. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ കുറെ ആളുകളുണ്ട്. ലൈക്ക് അമിതാഭ് ബച്ചന്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ആദ്യം റിജക്ട് ചെയ്തിരുന്നു ഓഡീഷനിൽ. അതുപോലെ യേശുദാസിനെ റിജക്ട് ചെയ്തിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പൊ ഏതൊരു ലെവലിലെത്തി. സോ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അതിന്റെ വ്യൂ പോയിന്റ്സ് എഴുതാം. ഞാൻ ഈ ഇങ്ങനെയുള്ള അസൈൻമെന്റ് തരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞങ്ങൾക്ക് വരാറ്. ഞങ്ങളുടെ എക്സാം ഇങ്ങനെയായിരുന്നു. ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ മുമ്പിൽ ഒരു കുട്ടി ബെഗ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കുട്ടിക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എക്സാമിന് വന്നിരുന്നത്. ഇപ്പൊ ഓൺലൈൻ ആയപ്പോൾ നമുക്കത് MCQ ലെവലിലേക്ക് പോകും മാക്സിമം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരുന്നത്. നമ്മൾ പരീക്ഷ MCQൽ എഴുതിയാലും നിങ്ങൾക്ക് അറിയാം എന്താണ് മോണ്ടിസോറിയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് മനസ്സിലാകും. നമ്മളിപ്പോ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ എത്ര വേർഡ്സിൽ അങ്ങനെയുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇത്ര വേർഡ്സിൽ എഴുതണം അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് പിന്നെ പരീക്ഷയ്ക്ക് 1 പാരഗ്രാഫോ 100 വേർഡ്സ് എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്കത് ഒരൊറ്റ സെന്റൻസിൽ അതിനെപ്പറ്റി നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പറയാനായിട്ട് പറ്റുമായിരിക്കും. ചിലർക്ക് അത് അവർ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സ്റ്റോറി ആയിട്ടായിരിക്കും എഴുതുക, അല്ലെങ്കിൽ വേറൊരാളുടെ സ്റ്റോറി മനസ്സിലുള്ളത് വെച്ചിട്ട് ചിലർ എഴുതുമായിരിക്കും. അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ എഴുതാം. റിപ്പീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ് റൂമിലെ അസൈൻമെന്റ് എന്നുള്ള സെഷനിൽ ബിഹൈൻഡ് എവറി ഫെയിലിയർ there should be a hidden gain. If you can find it, you can make all failures into success. Failures are the stepping stones to success. നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ അങ്ങനെ പറഞ്ഞിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ മാം, റെക്കോർഡിൽ എഴുതാനുള്ളൊരു ഡൗട്ടാണ് ചോദിക്കുന്നത്. ട്രഡീഷണൽ നോളേജ് ഫ്രം എൽഡേഴ്സ് അത് എന്തുവാണെന്നൊന്ന് പറഞ്ഞുതരാവോ? നമ്മൾക്ക് സാധാരണ നമ്മളുടെ വീട്ടിലെ പ്രായമായവര് ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തരില്ലേ? അതായത് ഇപ്പോ എന്താ പറയാ, ഈ മഴക്കാല സമയങ്ങളിൽ പനി വരുമ്പോൾ, ഹെൽത്ത് റിലേറ്റഡ് എന്നല്ലാട്ടോ എന്തുമാകാം, പനി വരുമ്പോൾ അവര് പറയില്ല ഇങ്ങനെ ചുക്കും കുരുമുളകൊന്നോ പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ചില ഇൻഫെക്ഷനിൽ നിന്നൊക്കെ നമുക്ക് ഇതുണ്ടാവില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഭയങ്കര ടയേർഡ് ആണെങ്കിൽ പാലില് മഞ്ഞൾ ചേർത്ത് കഴിക്കാം. അങ്ങനെയൊക്കെ ഹെൽത്ത് റിലേറ്റഡ് മാത്രമാണ്. ഇതിന് അല്ലാതെയും പറയാം, ബ്യൂട്ടി ടിപ്സും ആകാം, മുടി വളരുന്നതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരും അശ്വതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു തരുന്ന കുറേ നല്ല അറിവുകളൊക്കെ ഉണ്ടാവില്ലേ? അതാണ് ട്രഡീഷണൽ നോളജ്. പഴമയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ട് അവര് ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ ഫാക്ട്സ് ആയിരിക്കണം. അതൊരു അന്ധവിശ്വാസം പോലുള്ള കാര്യങ്ങളൊന്നും ആവരുത്. ഫാക്ട്സ് ആയിരിക്കണം. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ റെക്കോർഡ് ഞാൻ ജസ്റ്റ് ഒരു ഗൈഡൻസേ തരുള്ളൂ. റെക്കോർഡ് എങ്ങനെ എഴുതണം, എന്തെഴുതണം, അതായത് ആ പറഞ്ഞ ഫോമാറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് ആ റെക്കോർഡിൽ ആഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അത് എങ്ങനെ വേണമെങ്കിലും അത് ഭംഗിയാക്കാം, ക്രയോൺസോ സ്കെച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ അത് ഭംഗിയാക്കാം. പിന്നെ വീണ്ടും ഡിജിറ്റൽ പെയിന്റിങ്ങിന്റെ സംശയം ചോദിച്ചു എന്നെ ആരോ മെസ്സേജ് അയച്ചു. നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, MS പെയിന്റിങ്. അത് നമ്മളുടെ ഈ MS വേർഡ്, നമ്മൾ വേർഡ് ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒരു പേപ്പർ പോലെ, മീൻസ് ഒരു സ്ക്രീൻ വന്നിട്ട് അതിൽ നമുക്ക് പെയിന്റ് ചെയ്യാം. ഓക്കെ, വീട് വരയ്ക്കാം, സൂര്യനെ വരയ്ക്കാം,
ഹിൽസ് വരയ്ക്കാം, ബേർഡ്സിനെ വരയ്ക്കാം, അങ്ങനെ പലതും വരയ്ക്കാം. അപ്പൊ അതാണ് അത് കുട്ടികളെ കമ്പ്യൂട്ടർ കിട്ടുമ്പോൾ തന്നെ ഇവർ ആദ്യം ചെയ്യുന്നത് ആ ഒരു ഇതാണ്. അപ്പൊ അവരെ നമ്മൾ കമ്പ്യൂട്ടർ ലാബിലേക്ക് കൊണ്ടുപോകും, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അത് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളത് അറിഞ്ഞിരുന്നാലല്ലേ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ആ ഒരു ആക്ടിവിറ്റി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയത്. വീട്ടില് കമ്പ്യൂട്ടർ ഉള്ളവർക്ക് അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ പുറത്ത് DTP സെന്ററിലൊക്കെ വളരെ കുറവാണ് DTP സെന്റർ, അവിടെയൊന്നും പോയി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുറെ പേര് എന്നോട് പറഞ്ഞിരുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് സ്കെച്ചോ മാർക്കറോ വെച്ചിട്ട് ഇതുപോലെ വീട്, പിന്നെ മല, അങ്ങനെ ബേർഡ്സ്, അങ്ങനെയുള്ള ഷേപ്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചെയ്യാം. ക്രയോൺസ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് വീട്ടിൽ പ്രിന്റർ ഉണ്ട്, കളർ പ്രിന്റർ ഉള്ളവർക്ക് വീട്ടിൽ പ്രിന്റ് ഔട്ട് എടുക്കാം. പക്ഷെ അങ്ങനെ വീട്ടിൽ അങ്ങനെ പ്രിന്റർ ഇല്ല, അങ്ങനത്തെ ഫെസിലിറ്റി ഇല്ലാത്തവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് പുറത്തുനിന്ന് എടുത്തിട്ട് ക്രയോൺസ് വെച്ച് കളർ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുന്നത് നമ്മുടെ കുട്ടികളെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കത് അറിയണം എങ്ങനെ അതാണ് MS പെയിന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് MS പെയിന്റ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എളുപ്പമാണ്. MS വേർഡ് സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയുന്നവർക്ക് എന്തായാലും ആ പെയിന്റിങ്, ആ ബ്രഷ്, അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ അതിനകത്തുണ്ട്. അത് പോയി ക്ലിക്ക് ചെയ്ത് മൗസ് കൊണ്ടുപോയി അത് പോയി ക്ലിക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്കത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇനി അഥവാ ഒരു സ്കൂളിൽ ജോയിൻ ആകുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാവും, ജസ്റ്റ് അവിടെ ഒന്ന് കയറി കമ്പ്യൂട്ടർ ടീച്ചറുടെ ഹെൽപ്പോട് കൂടി അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഒരു 5 minutes അത്രേ വരുള്ളൂ. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പേപ്പറിൽ ബ്ലാക്ക് സ്കെച്ചോ ബ്ലാക്ക് മാർക്കറോ വെച്ച് വരച്ചിട്ട് അതിൽ ക്രയോൺസ് വെച്ചൊന്ന് കളർ ചെയ്യാം. ഡിജിറ്റൽ പെയിന്റിംഗ് ഒന്ന് കൊടുക്കാം. പക്ഷെ ഡിജിറ്റൽ പെയിന്റിംഗ്, MS പെയിന്റിംഗ് എന്താന്ന് മനസ്സിലാക്കണം. കുറെ പേര് അത് എന്നോട് വീണ്ടും വീണ്ടും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ മാം ഞാൻ ഫസ്റ്റിൽ ചെയ്തായിരുന്നു, അപ്പോഴത്തേക്ക് അത് ഞാനൊന്ന് കാണിച്ചു തരട്ടെ, ഇങ്ങനെ തന്നെയെന്നൊരു ഡൗട്ട് എനിക്ക്. കാണിച്ചു. ഇത് ക്രോസ് വേർഡ് പസിൽ ആണല്ലോ. പസിൽ കാണിക്കുന്ന കാര്യമാണോ പറഞ്ഞത് എന്നോട്? അതെ, പസിൽസ് റെക്കോർഡ് ബുക്കില് ഡിജിറ്റൽ പെയിന്റിംഗ്. ഓക്കെ, പസിൽസ്, എനി പസിൽസ് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പൊ ഇത് കുഴപ്പമില്ല? ഇല്ല, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മാം. ഓക്കെ, നമുക്ക് വേർഡ് പസിൽസ് എഴുതാം, നമ്പർ പസിൽസ് എഴുതാം, പിക്ചർ പസിൽസ് എഴുതാം, ക്രോസ് വേർഡ് പസിൽസ് എഴുതാം. ഞാൻ ഇതിനകത്ത് അത് അങ്ങനെ പലതും ഓപ്റ്റ് ചെയ്യാത്തതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ റെക്കോർഡിൽ ഞാൻ എഴുതിയിട്ടില്ല, എല്ലാം ഞാൻ വേർഡ് പസിൽസ് ആയിരുന്നു. നമുക്ക് വേറൊരു റെക്കോർഡ് വരുന്നുണ്ട്, കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞത്. അതാണ് സെക്കൻഡ് റെക്കോർഡ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അതിൽ നമുക്ക് ഇതുപോലെ ക്രോസ് വേർഡ് പസിൽ, നമ്പർ പസിൽ, പിക്ചർ പസിലൊക്കെ വരും. അപ്പോ ഡബിൾ എൻട്രി ആവരുത്. ഇതിൽ എഴുതിയത് തന്നെ അതിൽ എഴുതിയരുത്, പുതിയതൊരെണ്ണം കണ്ടുപിടിക്കണം. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഞാൻ ഇതിനകത്ത് സാധാരണ കുസൃതി ചോദ്യങ്ങൾ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞത്. റിഡിൽസിന്റെ സംശയം ചോദിച്ചു ആരോ മെസ്സേജ് അയച്ചപ്പോ, ഇത് കടങ്കഥ. സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ വേറെ എന്തോ ആണെന്ന് തോന്നും, ആൻസർ കേൾക്കുമ്പോൾ നമുക്ക് ഇതായിരുന്നു ആൻസർ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ? ഇപ്പൊ മുറ്റത്തെ ചെപ്പിനടപ്പില്ല, നമ്മൾ ചിന്തിക്കും മുറ്റം ചെപ്പോ അതെന്ത് സാധനം, അങ്ങനെ ചിന്തിക്കും. പക്ഷെ ആൻസർ വരുമ്പോ കിണറോ അതായിരുന്നു ആൻസർ, അങ്ങനെ തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ? അതാണ് റിഡിൽസിൽ വരുന്നത്. കടങ്കഥകൾ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടില്ലേ? ഓക്കെ, നമ്മൾ സൈക്കോളജി ആയിരുന്നു. മാം ഒരു സംശയം ചോദിച്ചോട്ടെ? മാം, ട്രഡീഷണൽ നോളജ് ഫ്രം ദ എൽഡേഴ്സ് എന്നുണ്ടല്ലോ ഒരെണ്ണം. ഹലോ, പറഞ്ഞു. ട്രഡീഷണൽ നോളജ് ഫ്രം ദ എൽഡേഴ്സ് എന്നുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? ഇത് റെക്കോർഡിൽ എഴുതണ്ടല്ലേ? റെക്കോർഡിൽ എഴുതണ്ട. റെക്കോർഡ് ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ്. എന്ത് പറ്റി, മലയാളത്തിൽ എഴുതാൻ പറ്റുള്ളൂ? അല്ല, ഇത് ഞാൻ ആദ്യം 3 ഇതുവരെ ചെയ്തുള്ളൂ, അടുത്ത നോക്കിയത് ഇപ്പോഴാ. റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. റെക്കോർഡ് അസൈൻമെന്റ് എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഇംഗ്ലീഷിൽ പെട്ടെന്ന് എഴുതാൻ ബുദ്ധിമുട്ട്. മലയാളത്തിൽ എഴുതിയിട്ട് നമുക്കത് ഇംഗ്ലീഷിലാക്കാൻ പറ്റത്തില്ലേ? ആക്കിയാ മതി. ഓക്കെ മാം. ജെൽപേന വെച്ച് എഴുതാവോ? എന്താണ്? ജെൽപേന യൂസ് ചെയ്യാൻ പറ്റുമോ റെക്കോർഡ് ബുക്കില്? ജെൽപേന യൂസ് ചെയ്യാം, കുഴപ്പമില്ല. നനയാതെ സൂക്ഷിച്ചാൽ മതി. ജെൽപേന എഴുതുകൊണ്ട് എഴുതിയാൽ നനഞ്ഞാൽ പടരുവോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്റെ റെക്കോർഡ് ജെൽപേനയും അല്ലാത്ത പേനയും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. 6 വർഷമായില്ലേ.
അങ്ങനെ ഇരിക്കരുത്. ഓക്കെ, നമുക്കൊന്ന് സൈക്കോളജി. ശരി ശരി, പറയൂ പറയൂ. നമ്മളിപ്പോ കുസൃതി ചോദ്യങ്ങൾ എഴുതാൻ പറഞ്ഞില്ലേ, അതിപ്പോ നമ്മള് മലയാളത്തിൽ എഴുതിയിട്ട് അത് ഇംഗ്ലീഷിൽ എഴുതിയാ പോരെ? മതി. അപ്പൊ എന്തല്ല ഞാൻ ചോദിക്കണേ, നമ്മള് മറ്റേ പഴഞ്ചൊല്ലുകള് നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ നമ്മള് പറയണതിന് ഇംഗ്ലീഷ് നമ്മളിപ്പോ മലയാളത്തിൽ പറയുമ്പോ അതിന്റെ തന്നെ ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ എഴുതാ. പക്ഷെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ അതിന്റെ ഇത്തിരി ഡിഫറൻസ് വരുന്നുണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡിഫറൻസ് എന്ന് ഒരെണ്ണം ഒന്ന് പറയാമോ? അതിപ്പോ ഒരു എന്ന് വെച്ചാ ഇംഗ്ലീഷ് വേർഡ് തന്നെയായിരിക്കും, പക്ഷെ അത് അവരുദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളത്തിലുള്ള ഒരു പഴഞ്ചൊല്ലിനെ ആയിരിക്കും അവരത് ഉദ്ദേശിക്കണേ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എഴുതിയതൊന്ന് എടുക്കാം. എടുത്തോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എടുത്തോ, ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സൈക്കോളജി ആയിരുന്നു പറഞ്ഞുകൊണ്ട് വന്നത്. നമ്മൾ അധികം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞോളൂ എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഫസ്റ്റ് പാരഗ്രാഫ് സൈക്കോളജി വരെ ആണോ? അത്ര ആയല്ലേ, ഞാൻ എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് ഇങ്ങനെ അബ്രവേഷൻസ് മാത്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ? ഓക്കെ. ജസ്റ്റ് എന്താന്ന് പറഞ്ഞ മാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഡെവലപ്മെന്റൽ സൈക്കോളജിയും എഡ്യൂക്കേഷണൽ സൈക്കോളജിയും ക്ലിനിക്കൽ സൈക്കോളജിയും കോഗ്നേറ്റീവ് സൈക്കോളജിയും ഉണ്ട്. ഇത് ഇന്നതാന്ന് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അബൌട്ട് സൈക്കോളജി. ഒരു സയൻസ് ആണ്. ഞാൻ വായിക്കാം മാം, ഞാൻ വായിക്കാം. ആരൊക്കെ പറഞ്ഞ? രമ്യ പറഞ്ഞു. സീതാലക്ഷ്മിയാണോ പറഞ്ഞത് അല്ലെ? അപ്പം ഒരു കാഞ്ചി രമ്യ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കൂ, സീതാലക്ഷ്മി സെക്കൻഡ് പാരഗ്രാഫ്. വേറെ ആരെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടില്ല. നെക്സ്റ്റ് നമുക്ക് വായിക്കാം. രമ്യ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കും. സീത. The word psychology. വായിക്കട്ടെ മാം? Yes. The word psychology comes from the Greek word where psych means soul and logos means science. Thus, the meaning of psychology is the science of soul. Modern theories and practice of education have been influenced by psychology. Psychology, like several other branches of knowledge, have a history of recent development. At present, it is a wing of knowledge which is fast developing. In fact, modern psychology has its development from the second half of the 19th century. Now it has different wings and many researches and creations are still being in progress. മ്യൂട്ടാണ് മാം. മാം മ്യൂട്ടാണോ? രമ്യക്ക് ഒരു ഡിസ്റ്റർബൻസ് തരണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ മ്യൂട്ട് ചെയ്തത് ഞാൻ മറന്നു. ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്ത് വന്നത്. ഇതൊരു സയന്റിഫിക് സ്റ്റഡിയാണ് ശരിക്കും സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മള് സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ പണ്ട് കാലങ്ങളിലെ ആളുകള് അതൊരു മാനസിക പ്രശ്നത്തിന്റെ ആ ഒരു രീതിയിൽ കാണുമായിരുന്നു. പക്ഷേ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് വന്നപ്പോഴും ആളുകളുടെ ഡെവലപ്മെന്റ് നമ്മൾ ശരിക്കും വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അതിശയം തോന്നുന്നുണ്ടോ? നമ്മുടെ ഹൈറ്റോ വെയിറ്റോ വ്യത്യാസപ്പെടുന്നതല്ല ഈ വളരുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു മാനസിക വളർച്ച, മാനസിക പക്വത, ഡെവലപ്മെന്റ് അല്ലെ? അത് ഏത് ജനിച്ചു വീഴുന്ന കുട്ടി തുടങ്ങി എത്ര വലിയ പ്രായമുള്ള ആളാണെങ്കിലും അവര് പല രീതിയിലും അവർക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല, മെന്റൽ ഡെവലപ്മെന്റ് പറഞ്ഞത് കറക്റ്റ് ആണ്. മാനസികമായിട്ട് ആ ഒരു ഡെവലപ്മെന്റ്, പുതിയ പുതിയ ഓരോ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മളുടെ രീതികൾ തന്നെ മാറും അല്ലെ? ഇപ്പം ഇത് മോണ്ടിസോറി നിങ്ങളിപ്പോ 3 months ആയുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഉള്ളിലുള്ള എംപതി, കമ്പാഷൻ ഒക്കെ കുറച്ചുകൂടെ വൈഡ് ആവും, കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവും ആ ഒരു ഇത്. പിന്നെ എന്താ പറയാ, മോണ്ടിസോറിയും അതുപോലെ തന്നെ MSW കൗൺസിലിംഗ് ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ഈ ബെഗ് ചെയ്ത് വരുന്നവർക്ക് ഞാൻ കൊടുക്കുകയില്ല.
അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ശരിക്കും പറയും. വിശന്ന് വരുമ്പോ അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നില്ല, തെറ്റില്ല. പക്ഷെ അവർ ക്യാഷ് ചോദിച്ചു വരുമ്പോൾ അത് നമ്മൾ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യരുതെന്ന് തന്നെയാണ് പറയുന്നത്. അതല്ല, നമ്മൾക്ക് അറിയാവുന്ന ഒരു ഏജൻസി ആണെങ്കിൽ അവിടെ നമുക്ക് ക്യാഷ് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ബോധ്യം ഉണ്ടാവണം. നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുത്തെ നല്ലൊരു കാര്യത്തിന് അവർ ഉപയോഗിക്കുന്ന ബോധ്യം വന്നാൽ മാത്രമേ നമ്മൾ അത് ചെയ്യാൻ പാടുള്ളൂ. ഈ 2 കോഴ്സും കഴിഞ്ഞുകൂടി ക്യാഷ് കൊടുക്കുന്ന പരിപാടി നിർത്തി. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി അന്വേഷിക്കും, അങ്ങനെ ഇങ്ങനെ വരുന്നൊരു ഏജൻസി ഉണ്ട്, അങ്ങനെ ഞങ്ങൾ അവരെ സഹായിക്കണം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, ഒരു ഫുൾ ഡേ മീൽ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ അവിടെ ആദ്യം പോയി വിസിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഇടങ്ങളിലേ അത് ചെയ്യാറുള്ളൂ. വിസിറ്റ് ചെയ്ത് ചോദിക്കും. ഞങ്ങളുടെ മോണ്ടിസോറി കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വിസിറ്റ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫെസിലിറ്റേറ്റർ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം സെലിബ്രേഷൻ ഓൾഡ് ഏജ് ഹോമിലാക്കി. അവർക്ക് ഒട്ടും ഫീൽ ചെയ്യാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അവരുമായിട്ട് നല്ലപോലെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ മോർണിംഗ് ടു ഈവനിങ് അവിടെ ചെയ്തു. നല്ല ലഞ്ച്, പിന്നെ കളികള്, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അവരുടെ കുറെ ഗെയിംസ് അങ്ങനെ ലൈവ്ലി ആക്കുകയാണ് ചെയ്തത്. നമുക്ക് അതിനുള്ള ഓപ്ഷൻ നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇല്ല, ബട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യും. അപ്പൊ അതുപോലെ ഡെവലപ്മെന്റ് ശരിക്കും ഈ ഒരു കോഴ്സ് നല്ലൊരു മാറ്റം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളത്. ഞാൻ ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോട്ടെ? പ്ലീസ് മാം, കേൾക്കുന്നില്ലേ മാം? കേൾക്കാം. മാം, കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങള് ഒരു ഇവിടെ അടുത്ത് ഇരിങ്ങാലക്കുട ഒരു കല്ലേറ്റിങ്കര എന്ന് പറഞ്ഞ ഓർഫനേജ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഒരു ദിവസം ഫുള്ള് അവിടെ സ്പെൻഡ് ചെയ്തു മാം, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഒരു അമ്മയുണ്ട്, ആ അമ്മയ്ക്ക് മക്കളൊക്കെ ഉണ്ട്, 3 കുട്ടികളുണ്ട്. പക്ഷെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ആ അമ്മ രാവിലെ തന്നെ ഇവിടെ എത്തും. ഒരു മാഷാണ്, ഒരു നല്ല ഏജ് ആയിട്ടുള്ള ഒരു മാഷാണ് ഇത് നടത്തുന്നത്. അപ്പൊ അവിടെ കുട്ടികളുണ്ടായിരുന്നു, മുതിർന്നവരുണ്ടായിരുന്നു, നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു കേരള ഗവൺമെന്റ് ഒരു നിയമം വന്നപ്പോ കുട്ടികളെ അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് മാറ്റിന്ന് പറഞ്ഞു. എന്നാലും ഒരു 8, 9, ഒരു 7 വയസ്സൊക്കെ ആയ കുട്ടികൾ തൊട്ട് അവിടെ ഉണ്ട്. കുറെ പേരെ മാറ്റിന്ന് പറഞ്ഞു. അപ്പൊ ആൺകുട്ടികളെ മൊത്തം മാറ്റി, പെൺകുട്ടികൾ കുറച്ച് പേരുണ്ട്. അപ്പൊ കുട്ടികളെ മൊത്തം മാറ്റിന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ദിവസം ഫുള്ള് അവരുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ദിവസത്തെ ഫുഡ് നമ്മൾ അവിടെ എന്താ പറയാ, അവർ ഇത്ര രൂപ എന്ന് പറയും ഒരു ദിവസത്തെ ഫുഡും ബാക്കി എല്ലാ പരിപാടികളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത്ര എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു ദിവസം ഫുള്ള് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ് അവരുടെ ഓരോ കുട്ടികളുടെയും ഓരോ വയസ്സായവരുടെയും അവരുടെ വീട് എവിടെയായിരുന്നു, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നമ്മളോട് അവർ പറഞ്ഞു. ഒന്നും ചോദിച്ചറിയില്ല, നിങ്ങളെ വർത്താനം പറഞ്ഞ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ തന്നെ അവരുടെ കാര്യങ്ങൾ പറയട്ടെ എന്ന്. അപ്പൊ നമ്മൾ അവരുടെ കൂടെ അത്രയും കൂട്ടായിട്ട് അവരുടെ ഒപ്പം അവരുടെ ഒരാളായിട്ട് നിന്നപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയിപ്പോ തുടങ്ങിയപ്പോ തൊട്ട് അവര് നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ പറഞ്ഞു തുടങ്ങി. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വയസ്സായൊരു നമുക്ക് അത് കഴിഞ്ഞിട്ട് അവിടെ എനിക്കൊരു ഭയങ്കര ഇഷ്ടമായ ഒരു മോനുണ്ടായിരുന്നു, ഇവാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ കുട്ടി ചെറുപ്പം, അതായത് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, പക്ഷെ എന്താ പറയാ അമ്മയ്ക്ക് എന്താ പറയാ നോക്കാൻ പറ്റാത്തതിന്റെ ഒരു കേസിൽ കൊടന്നാക്കിയതാന്ന്. 1 വയസ്സോ എന്തോ ആയപ്പോ ആ കുട്ടീനെ അവിടെ കൊടന്ന് എത്തിച്ചതാണ്. പിന്നെ ജനിച്ച ഉടനെ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഇതുപോലെ എത്രയോ പൈസ അവർ ഡെപ്പോസിറ്റ് ചെയ്തു. അവർക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ കാരണം ഒരു കുഞ്ഞിനെ കൊടന്നാക്കിയിട്ടുണ്ട്. ആ കുഞ്ഞാണെങ്കിൽ ഇപ്പൊ ഒരു 5 വയസ്സായിട്ടുള്ളൂ, നല്ലൊരു മോൻ. അപ്പൊ അങ്ങനെ അപ്പൊ അവന് അങ്ങനെ ആരും സിമ്പതി കാണിക്കുന്നതൊന്നും ഇഷ്ടമില്ല. പിന്നെ അവര് പാട്ടൊക്കെ പാടി തന്നു നമുക്ക്. അപ്പൊ എന്താ പറയാ, എന്റെ ഭർത്താവ് എനിക്ക് ഒരു സർപ്രൈസ് എന്താണ് അവിടെ എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഞാൻ പക്ഷെ എന്തോ എനിക്ക് മനസ്സിൽ തോന്നി. അപ്പൊ ഇന്നൊരു യാത്രയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജിമ്മിലുള്ള കുട്ടികളെയും വിളിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എവിടേക്കെങ്കിലും പോകണ്ട, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഞങ്ങൾ പോവാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് പോണത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു, പക്ഷെ പറഞ്ഞില്ല ആള്.
എന്നിട്ട് നേരെ അവിടെ കൊണ്ടുപോയപ്പോ എന്റെ മനസ്സിൽ വിചാരിച്ച സ്ഥലത്ത് തന്നെ എത്തിയത്. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. എല്ലാവരുടെ കൂടെ നമുക്ക് അവരുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കലും അവരുടെ സന്തോഷങ്ങളൊപ്പം പങ്കുവെക്കാനും എല്ലാ കാര്യങ്ങളിലും അതെ. അപ്പൊ എന്നിട്ട് അവര് വീണ്ടും വരില്ലേ എന്നൊക്കെ ചോദിച്ച്, കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോ അവരെ കെട്ടിയൊക്കെ പിടിച്ച് ഉമ്മ തന്നു. ഇനി വരില്ല, ഇനി വരണം. ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എല്ലാവരും ഇനി വരില്ലേ, നമ്പറൊക്കെ ചോദിച്ചു, വിളിക്കുവോ, ഞങ്ങള് വരില്ലേ, അപ്പൊ എല്ലാ വർഷവും വരുമോ, ഞങ്ങളുടെ കൂടെ കളിക്കുവോ, ഇതുപോലെ ഒരു ദിവസം ഞങ്ങൾക്കായിട്ട് മാറ്റി വെക്കുമോ എന്നൊക്കെ ചോദിച്ചു. വലിയൊരു സന്തോഷമായി അവർക്ക് നമ്മളവിടെ ചെന്നിട്ട്. എനിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു അവിടെ പോയിട്ട്. ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്ന് പോകുന്ന എനിക്ക് അറിയണ്ടായിരുന്നില്ല. ആ ഒരു ദിവസം തന്നെ ആളെ മുൻകൂട്ടി അവിടെ ബുക്ക് ചെയ്ത് അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം വരെ ഒരു 5 മണി വരെ രാവിലെ ഒരു 9:30 ആയപ്പോ പോയി ഇവിടുന്ന്. തൊട്ടടുത്താണ്. അപ്പോ അങ്ങനെ ആ കുട്ടികൾക്ക് ഒരു ദിവസം ഒരു സന്തോഷം നൽകാൻ പറ്റി, എല്ലാവർക്കും അതെ. അപ്പൊ ആ ഒരു അമ്മ എന്ന് പറയുന്നത് മക്കളൊക്കെ ഉണ്ട്. മോൻ ഡോക്ടറാണ്, മോളും ഇതുപോലെ മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പിന്നെ താഴെയുള്ള ഒരു കുട്ടിയുണ്ട് അതിന് തൊട്ട് താഴെ. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ അവർക്കുള്ള ഭക്ഷണം ആക്കി വെച്ച് പിന്നെ ഒന്നും നോക്കില്ല, അവരെ കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യം ഒന്നും ശ്രദ്ധിക്കാതെ ഈ ഓർഫനേജിലേക്കാണ് വരിക. അവിടെ വന്നിട്ട് ഇവർക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ ഒപ്പം നിന്നിട്ട് രാത്രി പോയി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മക്കള് വിളിച്ച പോയി. ഹസ്ബൻഡിനും അറിയാം ആള് ഒരു 5 വർഷമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ആളുടെ ജീവിതം മാറ്റി വെച്ചിരിക്കണേ. മക്കളെക്കാൾ അപ്പൊ പറയണത് എന്റെ മക്കൾ, ഞാൻ ഇത്രയും പേരുടെ അമ്മയായിരിക്കില്ല, അപ്പൊ എന്റെ മക്കളെ ദൈവം കാത്തോളും, ഞാൻ നോക്കിയില്ലെങ്കിലും ദൈവം അവരെ കാത്തോളും, അവർക്ക് എല്ലാ നന്മകളും നൽകിയോളും, ഇവിടെയാണ് എനിക്ക് എന്റെ പ്രസൻസ് കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അമ്മ, ഒരു 50-55 വയസ്സൊക്കെ ആയിണ്ടാവും ആ അമ്മയ്ക്ക്. അപ്പൊ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയിട്ട് മാം. അത് ഭയങ്കര സന്തോഷമായി, പറയാൻ പറ്റില്ല നമുക്ക്. ഓരോ കുട്ടികളുടെ മുഖവും വയസ്സായവരുടെ മുഖമൊക്കെ ഇപ്പോഴും ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ വരിക. അത് എന്താ പറയാ, അവര് വീണ്ടും വീണ്ടും അവരെ കണ്ണില് ഒരു തിളക്കാണ് നമ്മൾ ചെല്ലുമ്പോ. ഇനി വരില്ലേ, ഇനി അടുത്ത ഈ വാവകളൊക്കെ കൊണ്ടുവരില്ലേ, ആന്റി വരില്ലേ, ഓരോരുത്തരും പറഞ്ഞിട്ട് വരില്ലേ, അപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് നൽകിയിട്ട് ഞങ്ങൾ പോന്നേ. അപ്പൊ ഇനി ഞങ്ങക്ക് പോണം എന്തായാലും. അത് നമുക്ക് ഒരു വട്ടം പോയാലേ മനസ്സിലാവുള്ളൂ, അവരുടെ കൂടെ ചെലവഴിക്കാൻ പറ്റിയ ആ സമയം വീണ്ടും തിരിച്ചു കിട്ടണം എന്ന് നമുക്ക് തോന്നും. അത് എന്തോ മാം പറഞ്ഞപ്പോ ഷെയർ ചെയ്യണം തോന്നി മാം, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഹസ്ബൻഡിനും ഹാറ്റ്സ് ഓഫ്. താങ്ക് യു മാം. ശരിക്കും ആ ഒരു ഫീല് വന്നപ്പോ നമ്മൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുമല്ലോ. നമ്മളുടെ കുഞ്ഞുങ്ങളും അത് കണ്ട് വളരുമല്ലേ, അവരെയും കൊണ്ടുപോകുമ്പോൾ അവർക്കും ആ ഒരു എന്താ പറയുന്നത് ഒരു ഫീല് കിട്ടും. ഓക്കെ. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല ബ്രാഞ്ചസ് ഉണ്ട്, കുറെ വിങ്സ്, അതിന്റെ റിസർച്ചസ് നടക്കുവാണ്. നമുക്കിവിടെ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ്. ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് നോക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോകും, അതും കണക്ട് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. കാരണം വായിക്കുമ്പോൾ കുറച്ചൊന്ന് ടഫായിട്ടൊക്കെ തോന്നും, എന്നാലും അത് സിമ്പിൾ ആണ്. പിന്നെ ഈ സൈക്കോളജി പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറെ സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്, ലൈക്ക് സിഗ്മണ്ട് ഫ്രോയിഡ്, ഫൗണ്ടർ ഓഫ് സൈക്കോ അനാലിസിസ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്. വളരെ സൈക്കോളജി പഠിക്കുന്നവരെല്ലാവരും അദ്ദേഹത്തിന്റെ എല്ലാ ഒബ്സർവേഷൻസും മനസ്സിലാക്കി പോവാറുണ്ട്. ഫ്രോയിഡ് പക്ഷെ നമുക്കിവിടെ കുട്ടികളാണ് നമ്മളുടെ മുമ്പിൽ, കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഫ്രോയിഡ് കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജിനെ അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെയും ആളുകളുണ്ട്, എറിക്സന്റെ പോയിന്റ് ഓഫ് വ്യൂ ഈ ഫ്രോയിഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. പിന്നെ വിഗ്ഡോസ്കി ഉണ്ട്, അതുപോലെ തന്നെ ജീൻ പിയാഗറ്റ്. ഇവര് ഈ വിഗ്ഡോസ്കി, ജീൻ പിയാഗറ്റ്, എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, ഇവരുടെ 4 പേരുടെയും, അതുപോലെ തന്നെ മറിയ മോണ്ടിസോറി മെത്തേഡ്സ്, എങ്ങനെ മോണ്ടിസോറി മെത്തേഡ് എങ്ങനെയായിരിക്കണം, മോണ്ടിസോറി സ്കൂൾ എങ്ങനെയായിരിക്കണം, മോണ്ടിസോറി ക്ലാസ് റൂം. അവർക്ക് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നതിനേക്കാളും ഇഷ്ടം ചിൽഡ്രൻസ് ഹൗസ് എന്ന് പറയാനായിരുന്നു. അവർ ആ ചിൽഡ്രൻ ഹൗസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇന്നർ ഹൗസ്, ഔട്ടർ ഹൗസ്. അവരത് ക്ലാസ് എന്നോ സ്കൂളെന്നോ പറയാൻ ശരിക്കും മറിയ മോണ്ടിസോറി ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരുടെ ഒബ്സർവേഷൻ വേറെ രീതിയിൽ. ഇവരെ എല്ലാരെയും കൂടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്, അതൊരു ഹ്യൂമൻ ബീയിങ് ആവുമ്പോഴും ആ ഡെവലപ്മെന്റ് ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവരുടെ മുഴുവൻ ഒബ്സർവേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ആദ്യമായിട്ട് ഒരു കുഞ്ഞു വന്ന് നിൽക്കുമ്പോൾ അവന്റെ പല ആക്ടിവിറ്റീസും അവന്റെ ആറ്റിറ്റ്യൂഡും മാനറിസത്തിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോഴാണ് നമുക്ക് അവനെ എന്ത് രീതിയിൽ അവനെ ഗൈഡ് ചെയ്യണം,
ഏതൊരു ആക്ടിവിറ്റി അവന് കൊടുക്കും. കുട്ടികളെല്ലാം യുണീക്കാണ്. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ എന്താ ചെയ്യുന്നത്, എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഹോംവർക്ക് കൊടുക്കും, ഒരേപോലെയുള്ള വർക്ക് കൊടുക്കും അല്ലെ. പക്ഷെ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ, മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഓരോ കുട്ടിയും ഓരോ ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ആരുടെയെങ്കിലും ഓൺ ആണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ജെസ്സിയുടെ ഓണാണ്, ജെസ്സി ജോസ്. ഓക്കെ, അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ PDF ആകെ 3 പേജേ കാണുള്ളൂ. പക്ഷേ ഈ സൈക്കോ അനാലിസിസ് നടത്തിയ എല്ലാരെയും, സിഗ്മണ്ട് ഫ്രോയിഡ്, വിഗ്ഡോസ്കി, എറിക്സൺ, ജീൻ പിയാഗറ്റ്, മറിയ മോണ്ടിസോറി, ഇവരുടെ എല്ലാം ഒബ്സർവേഷൻ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇനിയുള്ള സെഷൻസ് മുന്നോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുവാണ്. ചിലതെല്ലാം കഴിഞ്ഞു. ഇത് ആ സെഷൻസ്, അതിന്റെ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ ഇവരുടെ എല്ലാം ഒബ്സർവേഷൻ മനസ്സിലുള്ളത് നന്നായിരിക്കും. അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ എടുക്കാന്ന് വിചാരിച്ചത്. ഈ സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് ആരായിരുന്നു, സീതലക്ഷ്മി അല്ലേ വായിക്കാന്ന് പറഞ്ഞേ? അതെ മാം. കാണാലോ അല്ലെ? കാണാം. സൈക്കോളജി ഈസ് യൂഷ്വലി കേൾക്കാമോ? കേൾക്കാം. Psychology is usually defined as the study of human behavior. Some psychologists have gone a step forward. They say that psychology is the science of behavior and cognitive processes. Those who work in the field of education are concerned with the educational psychology, which is application of psychological principles to education. It can be called applied psychology. All the teachers learn educational psychology as a part of their training course. Okay. ഇത് ശരിക്കും അപ്ലൈഡ് സൈക്കോളജിയാണ്. നമ്മൾ ടീച്ചർ എന്നുള്ളതിനേക്കാളും ഫെസിലിറ്റേറ്റർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ എനിക്കിഷ്ടം. ഫെസിലിറ്റേറ്റർ ആകുന്ന എല്ലാവരും, ഇപ്പൊ BEd പഠിക്കുന്നവരാണെങ്കിലും DTED മറ്റേ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതിന്റെ ട്രെയിനർ ആകാനായിട്ട് ആ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും ഈ സൈക്കോളജി പഠിക്കുന്നുണ്ട്. ഒരു അപ്ലൈഡ് സൈക്കോളജിയാണ്, അത് ആപ്ലിക്കേഷൻ ലെവലിൽ അവർ പഠിക്കുവാണ്. കാരണം അത് പഠിച്ചാലാണ് കുട്ടികളുടെ മനസ്സ്, അവരുടെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാകാതെ ഒരിക്കലും ഒരു ഫെസിലിറ്റേറ്റർക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ കോഴ്സുകളിലെല്ലാം സൈക്കോളജി നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ ബിഹേവിയറിന്റെ സ്റ്റഡി തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ചില സൈക്കോളജിസ്റ്റുകൾ അത് കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ട് ചിന്തിച്ചപ്പോൾ ഇത് ആപ്ലിക്കേഷൻ ലെവലിൽ ചില കാര്യങ്ങളിൽ കൊണ്ടുവരണം. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ വേണം. ആ രീതിയിൽ സൈക്കോളജി ഒരു അപ്ലൈഡ് സൈക്കോളജി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എല്ലാ ടീച്ചേഴ്സും എല്ലാ ഫെസിലിറ്റേറ്റേഴ്സും അവരുടെ കോഴ്സിന്റെ, അവരുടെ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. അവരത് അതിന്റെ പാർട്ടായിട്ട് തന്നെ, കോഴ്സിന്റെ പാർട്ടായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പാരഗ്രാഫ് വായിക്കാൻ ആരാ റെഡി ആയിട്ടുള്ളത്? ഞാൻ വായിക്കാം മാം. പേര് വന്നു, അതിൽ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചു അടുത്ത ആൾക്ക് കൊടുക്കും. എന്തോ ഒരു മെസ്സേജ് വന്നു, നോക്കട്ടെ. കാണുന്നില്ല. തേർഡ് പാരഗ്രാഫ് ആയിരുന്നോ സൂര്യ? കാണാം മാം. ഇപ്പോഴൊന്ന് സ്ക്രോൾ ചെയ്തത്. ഓക്കെ, പ്ലീസ്. ആരായിരുന്നു? ഞാനായിരുന്നു. രണ്ടുപേരും പറഞ്ഞു. Very recently, another wing of psychology has shown fast and dynamic progress. Hello? കാണാൻ പറ്റുന്നില്ല. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലെന്ന് മാം. ഒന്ന് സൂം ചെയ്ത് നോക്കാമോ? ആർക്കും കാണുന്നില്ല? കാണാൻ പറ്റുന്നുണ്ട് മാം. Very recently, another wing of psychology has shown fast and dynamic progress, which is development psychology or lifespan psychology. It deals with the changes in behavior and cognitive process over the lifespan.
Therefore, it is very much related to child psychology and education, psychology which all teachers are wanted to know. Child psychology is concerned with the development and behavior of children. This wing of psychology differentiates children from adults and deals with their behavior and development from a practical, systematic point of view. H.R. Schaffer has defined it as the scientific study of children's behavior and development. സജ്ന കിട്ടുന്നില്ലേ, കാണുന്നില്ലേ ഇപ്പോ? ഇല്ല, കിട്ടണില്ല. തസ്രീഫ് പറഞ്ഞ പോലെ ഒന്ന് റീജോയിൻ ചെയ്യാമോ? നോക്കാം. സൂര്യക്ക് കാണുന്നുണ്ടോ ഇപ്പോ? ഓക്കെ, ഇവിടെയൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടായിരിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, സജ്ന ജോയിൻ ചെയ്തോട്ടെ. അപ്പൊ നമ്മളിത് സൈക്കോളജിയുടെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫെസിലിറ്റേറ്റേഴ്സും സൈക്കോളജി, കുട്ടികളുടെ സൈക്കോളജി, ആ ചൈൽഡ് സൈക്കോളജി അവർ അറിഞ്ഞിരിക്കണം, അതിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഇവിടെ H.R. ഷാഫർ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ബോൺ ആണ് അദ്ദേഹം. പിന്നെ ബ്രിട്ടനിലായിരുന്നു, പിന്നെ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആളുടെ ഒരു ഒബ്സർവേഷൻ അനുസരിച്ച് സയന്റിഫിക് സ്റ്റഡി ഓഫ്, അതായത് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. ഒരു അഡൾട്ട്, ആ ഒരു ഏജിലായ ഒരാളെക്കാളും കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അവർക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശരണ്യ മിസ്സും അശ്വതി മിസ്സും അത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, അങ്ങനെ പല പല ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ ഒരു കുട്ടി കടന്നു പോകുന്നത് നമ്മളിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഡെവലപ്മെന്റും അവരുടെ ബിഹേവിയറും അതിനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. H.R. ഷാഫർ പറഞ്ഞു, അദ്ദേഹം ഒരു സൈക്കോ അനാലിസിസ് ചെയ്യുന്ന ഒരാളാണ്, സൈക്കോളജിസ്റ്റ് ആണ്. ബ്രിട്ടനിലാണ്, ഇപ്പോ ജർമ്മൻ ബോൺ ആണ്, ബ്രിട്ടനിൽ. കുട്ടികളുടെ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ, അതാണ് ചൈൽഡ് സൈക്കോളജി, അതാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ ഇനി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്, ഫെസിലിറ്റേറ്റേഴ്സ് ആൻഡ് സൈക്കോളജി, അതാണ് നെക്സ്റ്റ് വരുന്നത്. സ്ക്രോൾ ചെയ്യാം, വായിക്കാൻ പറ്റുന്നവരൊന്ന് വായിച്ചു. ഞാൻ വായിക്കാം മാം. ഇച്ചിരി വലിയ പാരഗ്രാഫ് ആണേ. വായിച്ചോ, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാം. കാണുന്നില്ലേ? വായിച്ചോ. വായിക്കട്ടെ മാം. യെസ്. Teachers and psychology. Education in simple terms is the modification of behavior of children in a controlled environment to shape the behavior of the subject and bring positive changes. It is necessary to study the science of behavior. All teachers have to understand the children with whom they interact. It is necessary that they should know how they think, how they react to their environment, the strength and weakness of their personality, etc. At the same time, a teacher has to know that two individuals are not similar and they have several different aspects. Every individual is unique in nature. At the same time, when the individuals come together, the nature of their behavior changes. As the teacher is very often expected to deal with a group of students, it has to know the psychology of the groups as well as the psychology of the individual in the group and the influence of the group of the individual. The teacher must have awareness about the socio-cultural programs also. As the teacher deals with the children's
ഓക്കെ അലിഷ, അത്രയും മതിയോ ടീച്ചർ? മതി മതി. ഓക്കെ. അപ്പൊ എഡ്യൂക്കേഷൻ, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ബിഹേവിയറിലെ ചേഞ്ചസ് അതും കൂടെ എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ ആ ഒരു ഫോമാണ്. ഓക്കെ, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ ഇൻ എ കൺട്രോൾഡ് എൻവയോൺമെന്റ്. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ അല്ലെങ്കിൽ ക്ലാസ് റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ്. അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് അവിടെയുണ്ട്. അപ്പൊ അവിടെ കുട്ടികളുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുക, അതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുക, പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരിക. അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ സയൻസ് ഓഫ് ബിഹേവിയർ സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ റോള് ചെയ്യുന്ന ആരാണ്? ടീച്ചേഴ്സ് ആണ് ഒരു സ്കൂളിലെ. അത് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ബിഹേവിയറിനെ കുറിച്ചുള്ള സയൻസ് പഠിക്കണം. ഡെഫിനറ്റ്ലി ഒരു ആ സൈക്കോളജി അറിഞ്ഞിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാരന്റിങ്ങിന്റെ ഒരു ഓൺലൈൻ സെഷൻ അറ്റൻഡ് ചെയ്തു. അപ്പോ കൂടുതലും ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ടീനേജ് എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉള്ള ഒരു സമയമാണ്. ചില കുട്ടികൾ ഭയങ്കര റിബൽ ആവും, പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പൊ അങ്ങനെ ഓരോരോ പാരന്റ്സിന്റെ കൺസേൺ ഇങ്ങനെ കേട്ടു. അപ്പൊ അങ്ങനെ വന്നപ്പം ഇവര് പറയും ഇങ്ങനെ ടീച്ചർ എന്നുള്ള വേർഡ് ഈ ക്ലാസ് എടുത്തിരുന്ന മാം യൂസ് ചെയ്തു. അവരിങ്ങനെ പറഞ്ഞു ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും. അപ്പൊ നമുക്കതറിയാം, ടീച്ചറും ഫെസിലിറ്റേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം, കാരണം നമ്മൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പഴയ ഒരു ക്ലാസ് റൂം, ബ്ലാക്ക് ബോർഡ്, ചോക്ക്, ഡസ്റ്റർ, ആ ഒരു രീതിയിൽ നിൽക്കും. ഒരു സ്റ്റിക്കും ചിലപ്പോൾ ചില ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ടാവും, നിൽക്കും. എന്നിട്ട് ടീച്ചർ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ ഇങ്ങനെ കേൾക്കും. ഒരു റേഡിയോയുടെ ഒരു രീതിയിൽ. ഇപ്പൊ കുറെയൊക്കെ മാറി ഇന്ററാക്റ്റീവ് സെഷൻസ് ആവുന്നുണ്ട് പല ക്ലാസ് റൂംസും. അപ്പൊ ടീച്ചർ എപ്പോഴും ശരി എന്നുള്ളൊരു ഇതായിരുന്നു പണ്ടത്തെ ഒരു രീതി. ടീച്ചർ പറയുന്നതെല്ലാം കറക്റ്റ്, ഓക്കെ, ആ രീതിയിൽ പോകും. അപ്പൊ അതല്ല വേണം, ഒരു പാരന്റും അതുപോലെ ആകരുതെന്നാണ് ആ മാം പറഞ്ഞത്. ടീച്ചർ ചെയ്യുന്ന പോലെ പാരന്റ് ചെയ്യരുത്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ചില സമയത്ത് ബ്ലെയിം ചെയ്യുന്നു, ചില സമയത്ത് വഴക്ക് പറയുന്നു, അങ്ങനെയുള്ള രീതിയിൽ പണിഷ് ചെയ്യുന്നു. അങ്ങനെയുള്ള രീതിയിൽ ഒരിക്കലും പാരന്റ് ആവരുത്. പാരന്റ്സ് ഫെസിലിറ്റേറ്റർ പോലെ ആവണമെന്ന രീതിയിൽ പറഞ്ഞു. മ്യൂട്ട് ചെയ്യണേ ധന്യ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പം അവര് പറഞ്ഞു പാരന്റ്സ് ഫെസിലിറ്റേറ്റേഴ്സിനെ പോലെ ആകണം. അതായത് ഗിവിംഗ് ഓൾ ദ ഫെസിലിറ്റീസ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. കുട്ടികളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടുന്ന ഫെസിലിറ്റീസ് ഗൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്. നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ കുട്ടികൾ ഉണ്ടായിരിക്കണം, അതിന്റെ കൺട്രോൾ നമ്മളുടെ കയ്യിലായിരിക്കണം. പക്ഷെ അവർക്ക് ഫീൽ ചെയ്യരുത് അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അവർ ഹാപ്പി ആയിട്ട് അവരുടെ ഫ്രീഡം എൻജോയ് ചെയ്യണം. പക്ഷെ അത് വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരിക്കും. അങ്ങനെ വെറുതെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പാരന്റ്സ് എന്നല്ല, ഒരു ഫെസിലിറ്റേറ്ററെ പോലെ നിൽക്കുന്ന ഒരു പാരന്റ്സ്, ഗൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആ രീതിയിൽ ആണ് ടീച്ചർ ഫെസിലിറ്റേറ്റർ ഡിഫറൻസ് അവരതിൽ പാരന്റ്സിലും പറഞ്ഞു. പാരന്റ്സ് ചില സമയത്ത് ടീച്ചറെ പോലെയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും റേഡിയോ പോലെ. കുട്ടികൾ ഫീലിങ്സ്, ചില സമയത്ത് കുട്ടികളും ഡോർ അടച്ചകത്തിരുന്ന് ചെവി കുത്തും ചില പാരന്റ്സ് ഒക്കെ പറയുമ്പോൾ. ആ പാരന്റ്സ് പുറത്തുനിന്ന് ഇങ്ങനെ പറയുമായിരിക്കും, ഇവര് കേൾക്കണേ ഉണ്ടാവില്ല, അന്ന് ശ്രദ്ധിക്കേ ഉണ്ടാവില്ല. അപ്പൊ അതല്ല ശരിക്കും ഒരു ടീച്ചർ രീതിയല്ല വേണ്ടത്, ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയാണ് പാരന്റ്സ് വേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. മാം അടുത്തത് ഞാൻ വായിച്ചോട്ടെ? ഓക്കെ, ഒരു കാര്യം കൂടെ ഇതിൽ പറഞ്ഞിട്ട് രമ്യ വായിച്ചോളൂ. പിന്നെ പറഞ്ഞു നമ്മളുടെ നമുക്കിപ്പോ പാരന്റ് ആണെങ്കിൽ തന്നെയും രണ്ട് കുട്ടികളുണ്ടാവും, അവരെ രണ്ട് ഇൻഡിവിജ്വൽസ് ആയിട്ട് കണ്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യണം. അവർക്ക് രണ്ടുപേരും യുണീക്ക് ആയിരിക്കും, രണ്ടുപേരിലും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാകും. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കി വേണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും. രണ്ടുപേരും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യരുത്, ഒരേ രീതിയിൽ പണിഷ് ചെയ്യരുത്, മീൻസ് ഒരേ രീതിയിൽ അവരെ ബ്ലെയിം ചെയ്യരുത്. എന്നുവെച്ചാൽ രണ്ടുപേരുടെയും ഡിഫറൻസസ് മനസ്സിലാക്കി വേണം നമ്മൾ അവരെ ഡീൽ ചെയ്യാനായിട്ട്. സോ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്ലാസ് റൂം ആവുമ്പോൾ രണ്ടായിരിക്കില്ല, അവിടെ ചിലപ്പോൾ 10, 15, 20, 30 കുട്ടികൾ ഉണ്ടായിരിക്കും. ഈ 30 പേരും യുണീക്കാണ്, 30 പേരിലും ഡിഫറൻസസ് ഉണ്ടാകും. അത് മനസ്സിലാക്കി വേണം ഈ ഫെസിലിറ്റേറ്റർ അവരെ ഡീൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ഓരോ കുട്ടിയുടെയും ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും, പല രീതിയിലും ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വരുമ്പോൾ പലപ്പോഴും ടീച്ചർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും, മീൻസ് ഈ ഫെസിലിറ്റേറ്റർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ ആ ഗ്രൂപ്പിനെ
മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് പോകുന്നു, 25 സ്റ്റുഡൻസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് അവരുമായിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ വിത്തിൻ ഡേയ്സ്, ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവരെയും നമുക്ക് മനസ്സിലാവുകയാണ്. അത് ആ ഒരു ഫെസിലിറ്റേറ്ററുടെ ഒരു പൊട്ടൻഷ്യൽ തന്നെയാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് കുട്ടിക്ക് ഏത് രീതിയിലുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ അപ്രോച്ച് കൊടുക്കണം എന്നുള്ളത് ആ ഒരു ഫെസിലിറ്റേറ്റർക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടികളുടെ ബിഹേവിയർ പഠിക്കാൻ ആ ഒരു സൈക്കോളജി അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ ഇവര് ശരിക്കും ആ ചൈൽഡ് സൈക്കോളജി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇതുപോലുള്ള ട്രെയിനിങ് കോഴ്സുകളിൽ ഈ ചൈൽഡ് സൈക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ രമ്യ, നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചു കേട്ടോ. ഓക്കെ മാം, വായിക്കാൻ പോകുന്നേ. As a teacher deals with the children's processing of knowledge, she is expected to know the process involved in the obtaining of knowledge. Besides, she must have knowledge of how to improve knowledge of the children so that they may process it properly. It is important that a teacher must know what type of knowledge item can be absorbed mentally by children of a particular age group. In short, psychology helps teachers in deciding what to teach, who to teach, and how to teach. Okay, ma'am, കഴിഞ്ഞു. ആരെങ്കിലും വായിക്കാനുണ്ടോ? അല്ലെങ്കിൽ രമ്യ തന്നെ നെക്സ്റ്റ് ചെറിയ പാരഗ്രാഫ് ആണല്ലോ, അടുത്തതും കൂടെ വായിക്കാം. ഞാൻ വായിക്കാം മാം, ഞാൻ വായിക്കാം. നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോ, ഞാൻ ഇതിനോടില്ല. എന്നാ വായിച്ചോട്ടെ, ഞാൻ വിട്ടുകൊടുത്തു. നെക്സ്റ്റ് ക്ലാസ്സില് ഈ ക്ലാസ്സിൽ വായിക്കാത്തവര് വേണം കേട്ടോ വായിക്കാൻ. കുറെ പേരൊക്കെ ഇങ്ങനെ മിണ്ടാണ്ട് നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവര് നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കണം കേട്ടോ. അത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ചാലും മുമ്പിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് എളുപ്പമായി. ഓക്കെ, As the children undergoing pre-primary education are very young and not much expected of the society or larger environment, a teacher must be intensely careful in the dealing with them. They are very subtle and sensitive. They are likely to absorb or internalize. Okay, thank you. Internalize anything they come across. A teacher who is engaged in adjusting the very young generation of the society is expected to have a good knowledge of psychology of the children. Thank you. ഓക്കെ, അപ്പോ അത് സിമ്പിൾ ആയിട്ടുള്ള 2 പാരഗ്രാഫ് ആയിരുന്നു. നമുക്ക് നമ്മൾ സൈക്കോളജി മനസ്സിലാക്കി നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്കറിയാം അവിടുത്തെ കുട്ടികൾ അവരുടെ നോളജ് എങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്യണം, അവരുടെ ബിഹേവിയർ എങ്ങനെ മനസ്സിലാക്കി അവരുടെ നോളജ് ലെവൽ എങ്ങനെ മാറ്റിയെടുക്കണം, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യിക്കണം. ആ ഒരു രീതി, ആ പ്രോസസ്സ് നല്ല രീതിയിൽ തന്നെ ഈ ഫെസിലിറ്റേറ്റർക്ക് മനസ്സിലാകും. ഏത് ടൈപ്പുള്ള നോളജ് ആണ് അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുക. നമ്മൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ നമ്മളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ ആ ഒരു ബിഹേവിയറും അവരുടെ ഡെവലപ്മെന്റ് എവിടം വരെ എത്തി. ചെറിയ കുട്ടികളുടെ അടുത്ത് നിന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകും. അപ്പൊ അവരുടെ ആ ലെവലിലേക്ക് ആ നോളജ് അവരിലേക്ക് എത്തിക്കണം. അവരുടെ ആ നോളജ് കൂടുതൽ അവര് വൈഡാക്കണം, എക്സ്പ്ലോർ ചെയ്യിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന ട്രെയിനർക്ക്, ഫെസിലിറ്റേറ്റർക്ക് അറിയാം വാട്ട് ടു ടീച്ച്, ഹൂ ടു ടീച്ച്, ഹൗ ടു ടീച്ച്, എങ്ങനെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, ആരെ പഠിപ്പിക്കണം, ആ ഒരു രീതിയെല്ലാം അറിയാം. എങ്ങനെ അറിയാം? ഈ ചൈൽഡ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി നല്ല പോലെ ട്രെയിൻഡ് ചെയ്തിട്ട് വരുന്നവരാണ് ഈ ഫെസിലിറ്റേറ്റേഴ്സ് എല്ലാം. അപ്പൊ നിങ്ങളും ആ രീതിയിൽ തന്നെ പോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി യങ് ആയിരിക്കും. അവർക്ക് അവരുടെ ചുറ്റുമുള്ള ആ വേൾഡിനെ പറ്റി കൂടുതലായിട്ടൊന്നും അവർക്ക് അറിയില്ല. അത് വളരെ യങ് ആയിരിക്കും, ചെറുതായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി കെയർഫുള്ളി ആയിരിക്കണം ടീച്ചർ അവരെ ഡീൽ ചെയ്യാനായിട്ട്.
അവര് ഭയങ്കര സട്ടിലായിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും. സട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂക്ഷ്മമായിട്ട് ഈ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ ടീച്ചർ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കുന്ന ആ രീതിയിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. നമ്മളുടെ ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റം വന്നാൽ തന്നെയും അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് മാറും. ഇപ്പൊ ഞാൻ വന്ന ക്ലാസ്സിൽ ഒരു താല്പര്യം ഇല്ലാണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരുമാതിരി ഫീൽ ചെയ്യില്ലേ? അപ്പൊ ഈ കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ്. അവർ ഭയങ്കര ഒബ്സർവിങ് ആണ്, സട്ടിലാണ്, സൂക്ഷ്മമായി തന്നെ അവരെല്ലാ കാര്യങ്ങളും നോക്കുന്നവർ തന്നെയായിരിക്കും. ദേ ആർ ലൈക്ലി ടു അബ്സോർവ്, അവർ പലതും അബ്സോർവ് ചെയ്യും ഈ വരുന്ന കാര്യം. ടീച്ചറിന്റെ മൂഡ് സ്വിങ്സ് വരെയും ഈ കുട്ടികളെ അഫക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി വളരെ കെയർഫുൾ ആയിട്ടാണ്, ഒരു ഡെലിക്കേറ്റ് ആണ് ശരിക്കും, വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ ഫെസിലിറ്റേറ്റർ അവരെ ഹാൻഡിൽ ചെയ്യാൻ. ഈ അങ്ങനെ കുഞ്ഞുങ്ങളെ ഡീല് ചെയ്യുന്ന ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർക്ക് ഗുഡ് നോളജ് ഓഫ് സൈക്കോളജി, കുട്ടികളെ കുറിച്ചുള്ള സൈക്കോളജിയെ പറ്റി നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് എഡ്യൂക്കേഷണൽ സെറ്റിങ്ങില് ചൈൽഡ് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ പറയുന്നത് എന്തിനാണെന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, ഞാൻ ജസ്റ്റ് സമയം അതായി. എന്നാലും ഡെവലപ്മെന്റൽ സൈക്കോളജി ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കിനി കുറച്ച് ഭാഗമുണ്ട്, ഒരു 2-3 പാരഗ്രാഫേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈക്കോളജിയുടെ തന്നെ ഒരു മെയിൻ ബ്രാഞ്ച് ആണ്. അത് ഫോക്കസ് ചെയ്യുന്നത് ഹൗ പീപ്പിൾ ഗ്രോ ആൻഡ് ചേഞ്ച് ഓവർ ദി സ്പാൻ ഓഫ് ലൈഫ് ടൈം. നമുക്ക് എല്ലാവർക്കും ഒരു ആയുസ്സുണ്ടല്ലേ, ഇത്ര ഏജ് തുടങ്ങി ഇത്ര ഏജ് വരെ നമുക്കറിയില്ല. നമ്മളുടെ ആ ഒരു ഏജ്, നമ്മളുടെ ലൈഫ് ടൈമില് നമ്മൾക്ക് പല ചേഞ്ചസും വരുന്നു. നമ്മൾ പല രീതിയിലും വളരുന്നു. ആ ഒരു ഡെവലപ്മെന്റ് മനസ്സിലാക്കുന്ന ഒരു മെയിൻ ബ്രാഞ്ചാണ് സൈക്കോളജിയുടെ മെയിൻ ബ്രാഞ്ചാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദ ലൈഫ് നമുക്ക് പല ചേഞ്ചസ് വരും. നമ്മളുടെ ലൈഫിൽ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു ലോസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും നമ്മളുടെ ഈ ഡെവലപ്മെന്റിനെ, നമ്മളുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യും. അല്ലേ? ഇപ്പൊ പറഞ്ഞു കേൾക്കാല്ലേ, നല്ല പോലെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് അവൻ പഠനത്തിലേക്ക് താഴേക്ക് പോയി, എന്തോ ഒന്ന് സംഭവിച്ചു, അത് ആ കുട്ടിയുടെ ഗ്രോത്ത് ലെവലിനെ വല്ലാതെ എഫക്ട് ചെയ്തു. നമ്മളും തന്നെ, നമ്മളിപ്പോ ഈവൻ ഒരു 30+ ആയാലും 40+ ആയാലും 20+ ആയാലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഒരു മിറാക്കിൾ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ വളർച്ച കൂടും, അല്ലെ? നമുക്ക് കുറച്ചുകൂടി ഒരു ഇൻസ്പിറേഷൻ വരുവാണ്. ഒരു ഫെയിലിയർ വരുമ്പോൾ ചില ആളുകൾ അങ്ങനെ ഡൗൺ ആയിപ്പോ, പക്ഷെ ചിലർ അതിൽ നിന്ന് പിടിച്ചു കയറി കൂടുതൽ ഉയരത്തിലെത്താനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ അവർ കാണിക്കും. ആ ഒരു അസൈൻമെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഓർക്കുക ഞാൻ തന്നത്. അപ്പൊ അതുകൊണ്ട് ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫ് ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ പല ഡെവലപ്മെന്റ് സ്റ്റേജും ഹാൻഡിൽ ചെയ്യുന്നത്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല ഇതും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ടൈം കഴിഞ്ഞല്ലോ. ഓക്കെ, ദെൻ ബൈ. ടൈം പോലെ എല്ലാരും. ഓക്കെ മാം, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം, ഗുഡ് നൈറ്റ്. താങ്ക് യു മാം, ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Good night. Okay ma'am, thank you, good night. Okay, bye. Thank you, ma'am. Good night. Thank you, ma'am. Good night. Thank you, ma'am. Good night, ma'am.